നമ്മുടെ ലൈഫിനെ തകർക്കാനും അതുപോലെ തന്നെ നന്നാക്കാനും സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? കടം, ഡെറ്റ്. അതായത് കടം എന്നത് നമ്മൾ എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട. ഞാൻ പറഞ്ഞതുപോലെ കടത്തിന് നമ്മൾ നന്നാക്കാനും സാധിക്കും, അതുപോലെ തന്നെ തകർക്കാനും സാധിക്കും. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കാര്യങ്ങളാണ്. നമ്മളെല്ലാവരും ലൈഫിലെ പല ഘട്ടങ്ങളിൽ കടം വാങ്ങിയ ആൾക്കാരായിരിക്കും. എങ്ങനെയാണ് നമ്മൾ ബുദ്ധിപൂർവ്വം കടമെടുക്കേണ്ടത്? ആൻഡ് ഐ എം ടോക്കിംഗ് അബൌട്ട് മൈ പെർസ്പെക്റ്റീവ് ഓൺ ദിസ്. ആൻഡ് ഐ ബിലീവ് നിങ്ങൾക്കും ഇത് യൂസ്ഫുൾ ആവുമെന്ന്. നമ്മളെപ്പോഴും കടത്തിനൊരു നെഗറ്റീവായിട്ട് കാണരുത്. എല്ലാ കടങ്ങളും മോശമല്ല. ഫോർ എക്സാമ്പിൾ, ഒരാൾ പഠനത്തിന് വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ ലോൺ എടുക്കുകയാണ്. അത് മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അയാളിൽ തന്നെ ചെയ്യുന്നൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ലോൺ, അല്ലേ? നാളെ നന്നായി സമ്പാദിക്കുന്ന സമയത്ത് ആ എഡ്യൂക്കേഷൻ ലോൺ തിരിച്ചടക്കാനും അദ്ദേഹത്തിൻ്റെ ലൈഫ് ബെറ്റർ ആവാനും ഈ ലോൺ സഹായിക്കും. അതുപോലെ നമ്മൾക്കൊരു ബിസിനസ് ഐഡിയ ഉണ്ട്, നമ്മൾക്ക് ബിസിനസ് തുടങ്ങണം. അപ്പോൾ നമ്മളൊരു ലോൺ എടുക്കുകയാണ്. അത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ബിസിനസ് തന്നെ വേണം, നമുക്ക് എന്തെങ്കിലും ഒരു സ്കില്ലുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാൾക്ക് യൂട്യൂബ് വീഡിയോ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, പക്ഷേ യൂട്യൂബ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വേണമല്ലോ. ലൈറ്റ് വേണം, നല്ലൊരു ക്യാമറ സെറ്റപ്പ് വേണം. ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. എന്നിട്ട് യൂട്യൂബിലൂടെ കിട്ടുന്ന വരുമാനം കൊണ്ട് ഈ കടങ്ങൾ തീർക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് അടച്ചു തീർക്കാൻ പറ്റുവാണെങ്കിൽ, നമ്മൾക്കൊരു പർപ്പസ് ഉണ്ടെങ്കിൽ കടമെടുക്കുന്നത് നല്ലതാണ്. നേരെ മറിച്ച് എന്തൊക്കെയാണ് മോശം കടങ്ങളിൽ വരിക? കടം വാങ്ങി കല്യാണം കഴിക്കുന്നത്. നമ്മളിതൊക്കെ പറയും, ഇത് കടം വാങ്ങി കല്യാണം കഴിക്കുന്നത് ബുദ്ധിപരമായ തീരുമാനമല്ല എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷേ സമൂഹത്തിൻ്റെ സമ്മർദ്ദം കാരണം കടമെടുത്ത് കല്യാണം കഴിക്കേണ്ടി വന്നവരുണ്ടാവും, അല്ലേ? പക്ഷെ നമ്മുടെ ലൈഫ് പിന്നീട് നമ്മളെ പഠിപ്പിക്കും, ഇങ്ങനെ കാട്ടിക്കൂട്ടലിന് വേണ്ടിയിട്ട് കടം വാങ്ങി ചെയ്തു കഴിഞ്ഞാൽ അത് വലിയൊരു തെറ്റായി പോകുന്നുള്ളത് ലൈഫിൽ നമ്മൾ തിരിച്ചറിയും. പക്ഷെ ആദ്യം തന്നെ ഈ തിരിച്ചറിവ് വരണമെന്നില്ല. വിവാഹം ഒരു കാര്യം. വിവാഹം അല്ലാണ്ട് നമ്മൾ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട്, ഷോ ഓഫിന് വേണ്ടിയിട്ട് പല സാധനങ്ങൾ വാങ്ങുന്നു, കടം വാങ്ങി വാങ്ങുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നുണ്ടോ, എനിക്ക് കടമൊന്നുമില്ലല്ലോ, EMI ഉണ്ടോ? EMI അതൊക്കെ കടമാണ്. EMI കൊട്ടക്കണക്കിന് നടക്കുന്നുണ്ടോ? എൻ്റെ ഇങ്ങനെ ഇരിക്കുക, കടമൊന്നുമില്ല, ഇതൊക്കെ കടമാണ്. ഓക്കെ, അപ്പോൾ EMIയിൽ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടാവും ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ തന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് കടം വാങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കും. എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ആരും കല്യാണം ആഘോഷിക്കേണ്ട, കല്യാണം സിമ്പിളായിട്ട് കഴിക്കണം, ഇങ്ങനെയൊന്നല്ല. അതൊക്കെ ഓരോരോ ആൾക്കാരുടെ വ്യക്തിപരമായിട്ടുള്ളൊരു ചോയ്സാണ്. പക്ഷേ നമ്മൾ ആർഭാടപരമായിട്ട് പല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഈ തിരിച്ചറിവ് വരും. എല്ലാവരും എല്ലാം ചെയ്യണം തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ചില തെറ്റുകൾ ചെയ്താലേ നമ്മൾക്ക് ആ തിരിച്ചറിവുകൾക്കൊരു ശക്തി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും, ഞാനടക്കം എല്ലാവരും തെറ്റുകൾ ചെയ്യണം, അതിലൂടെ പഠിക്കണം. നമ്മൾ തെറ്റുകളിൽ നിന്ന് പാഠം പഠിക്കുന്നതിൻ്റെ കൂടെ മറ്റുള്ളവരുടെ തെറ്റുകളും കൂടി ഒബ്സർവ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം നമ്മൾ ആ തെറ്റ് ചെയ്യാണ്ട് തന്നെ നമ്മൾക്ക് പാഠം പഠിക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ പറയുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ആവശ്യമില്ലാത്ത കടങ്ങൾ, അല്ലാണ്ട് കടം കംപ്ലീറ്റ്ലി നമ്മൾ എടുക്കരുത്, ആ ഒരു ലെവലിൽ നമ്മൾ എത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് ചില കടങ്ങൾ നമ്മളെ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. ബട്ട് ഡെഫിനറ്റ്ലി അൺനെസസറി ആയിട്ട് ചിന്തിക്കാണ്ട് എടുക്കുന്ന കടങ്ങൾ, ഒരു ബോധമില്ലാണ്ട് എടുക്കുന്ന കടങ്ങൾ തീർച്ചയായിട്ടും എടുക്കരുത്. അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്നും കടങ്ങൾ അങ്ങനെ വാങ്ങരുത്. ഇതൊക്കെ ഞാൻ കീപ്പ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണ്. ബട്ട് നമ്മളെല്ലാവരുടെയും ഒരു ഏർണിംഗ് സ്റ്റേജിൽ ഡെഫിനറ്റ്ലി നമ്മൾ എല്ലാവരും ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് കടം വാങ്ങിയിട്ടുണ്ടാവും. ഞാനൊക്കെ എൻ്റെ ഫസ്റ്റ് ഏർണിംഗ് സ്റ്റേജിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും, ഞങ്ങളിപ്പം ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ കുറച്ചൊന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടം വാങ്ങും. ബട്ട് അതൊക്കെ അപ്പം തന്നെ കൊടുത്തു തീർക്കാനും കൊടുത്ത പണം തിരിച്ചു വാങ്ങാനും നമ്മൾ പഠിക്കണം. മനസ്സിലായില്ലേ? അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ഒരാൾക്ക് പൈസ കൊടുത്ത് അയാൾ തിരിച്ചു തരുന്നില്ല, പിന്നെയും നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. ഈ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അതും നമ്മൾ പഠിക്കേണ്ട ഒരു പാടാണ്. അവിടെ എവിടെ സ്റ്റോപ്പ് ചെയ്യണമെന്നുള്ളത് നമ്മൾ പഠിക്കണം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും, നമ്മൾ ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനത്തെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ യു സെറ്റ് യുവർ ബൗണ്ടറി. ഓക്കെ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ പാരൻസൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പം ഓക്കെ, അത് നമുക്ക് കോപ്പി ചെയ്യാം. അതുപോലെ തന്നെ അവരുടെ തെറ്റുകളിൽ നിന്ന് നമുക്ക് നമ്മളുടെ ഒരു ലൈഫിൽ ആ തെറ്റുകളൊക്കെ നമുക്ക് തിരുത്താൻ ശ്രമിക്കാം. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളെല്ലാവരും ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പണം അതുപോലെ തന്നെ കടം, ഇത് രണ്ടും തമ്മിലൊരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, അത് നമ്മളൊന്ന് റെഡിയാക്കണം. യൂഷ്വലി നമ്മൾ പലപ്പോഴും ഫേസ് ചെയ്യേണ്ടി വരുന്നത് നമ്മളുടെ വാല്യൂസ്, നമ്മളെ പഠിപ്പിച്ച കുറേ വാല്യൂസ് കാരണം നമ്മൾ പോയി കടം വാങ്ങും. അതിലൊന്നാണ് ഈ കല്യാണം. കല്യാണം നന്നായി കഴിച്ചില്ലെങ്കിൽ നാട്ടുകാർ പറയും, എങ്ങനെ കഴിപ്പിച്ചു കൊടുക്കണം, അങ്ങനെ കഴിപ്പിച്ചു കൊടുക്കണം. എങ്ങനെയുള്ളൊരു കല്യാണമൊക്കെ കഴിക്കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാനാവോ? എന്താ ജീവിക്കാനാവാണ്ട്? അപ്പോൾ ഈ കല്യാണത്തിൻ്റെ അത് വലിയൊരു ടോപ്പിക്കാണ്, നമുക്ക് വേറെ തന്നെ ഡിസ്കസ് ചെയ്യാം. ഇനി വേറൊന്ന്, പലരും പറയില്ലേ ചെറുപ്പത്തിലെ, കുടുംബമാണ് എല്ലാം, കുടുംബത്തിനെ നോക്കണം. അപ്പം ഈ കുടുംബത്തിനെ നോക്കണം എന്നുള്ളത് നമ്മളിങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് പല കുടുംബങ്ങളിലും എന്താ സംഭവിക്കുന്നത്, ഇതിൻ്റെ വിക്ടിംസ് യൂഷ്വലി മോസ്റ്റ് ഓഫ് ദ കേസിൽ പുരുഷന്മാരായിരിക്കും. എങ്ങനെയെങ്കിലും കടം വാങ്ങിയിട്ട് ഭാര്യനെ നോക്കുക, കുട്ടികളെ നോക്കുക, ഇതാണ് പൈസേൻ്റെ കാര്യം എന്ന് അറിയിക്കാണ്ട്
എൻ്റെ ഭാര്യനെ നന്നായി നോക്കണം, എൻ്റെ കുട്ടികളെ നന്നായി നോക്കണം. കടം വാങ്ങിയിട്ടാണെങ്കിലും എനിക്ക് ഇവരെ നന്നായി നോക്കണം. കുടുംബം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ വരുമാനം, നിങ്ങളുടെ ചിലവുകൾ, ഇതൊക്കെ ഇരുന്ന് സംസാരിക്കാനുള്ളൊരു എൻവയോൺമെൻറ്റ് നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവണ്ടേ? എൻ്റെ അച്ഛൻ ഇത്രയാണ് വരുമാനം, അതിനനുസരിച്ച് വേണം ഞാൻ ചിലവാക്കാൻ. എൻ്റെ ഹസ്ബൻഡ് ഇത്രയാണ് വരുമാനം, അതിനനുസരിച്ച് ഞാൻ ചിലവാക്കണം. നേരെ മറിച്ചും ഭാര്യ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട്, അപ്പം ഞാൻ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യണം, എൻ്റെ ഈ ഒരു ദൂർത്ത് സ്വഭാവമൊക്കെ നിർത്തണം. കുട്ടികൾ വളരുന്നുണ്ട്, അപ്പം ഞാൻ കുറച്ച് കൺട്രോൾ ചെയ്യണം. പുരുഷന്മാർക്കും ചിന്തിക്കാം. അപ്പം നമ്മളുടെ കുടുംബത്തിൻ്റെ ആ ഒരു വരവും ചിലവും നമ്മൾ ആ കുടുംബത്തിൽ ഇരുന്ന് ഡിസ്കസ് ചെയ്യേണ്ട ഒരു എൻവയോൺമെൻറ്റാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അല്ലാണ്ട് കുടുംബമാണ് എല്ലാം എന്ന് വിചാരിച്ച് അവിടെ നിന്ന് കടം വാങ്ങി കുടുംബം മുന്നോട്ട് കൊണ്ടുപോകലല്ല. എങ്ങനെ നമുക്കിത് സോൾവ് ചെയ്യാം, എങ്ങനെ നമുക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കാം, എങ്ങനെ നമുക്ക് വരവും ചിലവും കൂട്ടി മുട്ടിക്കാമെന്ന് ഒറ്റക്കെട്ടായിട്ട് ആ കുടുംബം തീരുമാനിക്കണം. ആ ഒരു എൻവയോൺമെൻറ്റാണ് കുടുംബത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടത്. ആൻഡ് അങ്ങനെ ഒരു എൻവയോൺമെൻറ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു വരവിൻ്റെ കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ പൈസേൻ്റെ ഒരു കാര്യം അപ്പുറത്തെ ഒരാൾക്ക് മനസ്സിലാവുന്നില്ല, പാർട്ട്ണർക്ക് മനസ്സിലാവുന്നില്ല, ഭാര്യയായിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ, then you have to think. Some people might be having that issue, right? അപ്പുറത്തുള്ള ഒട്ടും പൈസേൻ്റെ കാര്യത്തിൽ ഒരു കോമ്പാറ്റബിലിറ്റി ഇല്ല, ഒരാൾ ഭയങ്കരമായിട്ട് ചിലവാക്കുന്നു, അല്ലെങ്കിൽ ഒട്ടും പൈസേനെ പറ്റി കൺസേൺഡ് അല്ല, അല്ലെങ്കിൽ ഒട്ടും ചിലവാക്കുന്നില്ല, അതൊരു പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു ടോക്ക് വളരെ കംഫർട്ടബിളായിട്ട് ബ്രിങ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയോൺമെൻറ്റ് പാർട്ട്നേഴ്സും കുടുംബവും, മൊത്തത്തിലൊരു കുടുംബം, ഇപ്പം ബാച്ചിലേഴ്സായിട്ട് കഴിയുന്ന ആൾക്കാരാണെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അച്ഛനോടും അമ്മയോടൊക്കെ ഇരുന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ what is the purpose of a family? So you have to think about it, how to build such conversation, how to bring such environment. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ബുദ്ധിയുള്ള ഒരാൾക്കാർ ചെയ്യുക. നമ്മൾ പലരും പറയില്ലേ ഭയങ്കര പൈസ ഉണ്ടാക്കലല്ല ബുദ്ധി. പൈസ ആയിരിക്കും ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ പൈസ മാനേജ് ചെയ്യലാണ് ബുദ്ധിയിൽ വരുന്ന കാര്യം. ബുദ്ധിയുള്ളവർക്കാണ് നന്നായി മാനേജ് ചെയ്യാൻ പറ്റുക. നമുക്ക് ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? ഫിസിക്സിനും മാത്സിനും നന്നായി മാർക്ക് വാങ്ങുന്നവരാണ് നമുക്ക് ബുദ്ധിജീവികൾ, അല്ലേ? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ മാർക്ക് വാങ്ങുന്നതിലൊന്നല്ല ബുദ്ധി എന്നുള്ളത്. പിന്നെയുള്ള കടം വാങ്ങൽ എന്തിനാണ്? ഓരോ കാര്യങ്ങൾ, ഓരോ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ? അതിന് നമ്മൾക്കൊരു അവയർനെസ് ഉണ്ടാവണം. അതായത് നമ്മൾക്ക് എന്താ വേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ കാലത്ത് ഞാൻ പല വീഡിയോസിലായിട്ട് ഇത് പറഞ്ഞ കാര്യമാണ്, സോഷ്യൽ മീഡിയ നിങ്ങൾ വിശ്വസിക്കരുത്, ഒന്നും നിങ്ങൾ വിശ്വസിക്കരുത്. എല്ലാത്തിനെയും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. എല്ലാം നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യണം. ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ മനുഷ്യരല്ലേ, ഇപ്പോൾ ഒരു ഡ്രസ്സ് കാണാണ്, ഇപ്പം ഞാൻ ഒരു സ്ത്രീ ആയതുകൊണ്ട് ചില സാരികൾ, ചില ആഭരണങ്ങളൊക്കെ കാണുമ്പോൾ കൊള്ളാലോ, അറിയാണ്ടത് വരും, കൊള്ളാലോ. ബട്ട് ഐ നോ നെക്സ്റ്റ് സെക്കൻഡ് ഐ വിൽ ആസ്ക് മൈസെൽഫ്, ഡു ഐ റിയലി നീഡ് ദിസ്? ദെൻ ഐ വിൽ ഗെറ്റ് മൈ ആൻസർ. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ച് ബോധം വേണം, അത്രേ കൊണ്ട്, വേറൊന്നും വേണ്ട. ലെറ്റ് മീ ടോക്ക് അബൌട്ട് ദ പ്രാക്ടിക്കൽ സ്റ്റെപ്സ്. അതായത് നിങ്ങൾ ഈ കടത്തിൻ്റെ കെണിയിൽ പെടാണ്ടിരിക്കാനുള്ള കുറച്ച് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് സ്റ്റെപ്സ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മളിതിങ്ങനെ മറന്നു പോകും. കാരണം എന്താ? നമുക്ക് ബോധമില്ലല്ലോ. ഈ 24 മണിക്കൂർ ഡിസ്ട്രാക്റ്റഡ് അല്ലേ, ഫോൺ നോക്കുന്നു, അത് നോക്കുന്നു, മൾട്ടി ടാസ്കിങ്. അപ്പോൾ ബോധമില്ല. അപ്പോൾ ബോധം ഇല്ലാണ്ട് നിൽക്കുമ്പോൾ നമ്മളിത് മറന്നു പോകും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബോധം നമ്മൾ അങ്ങോട്ട് ഉണ്ടാക്കണം. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ നീഡും വാണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കണം. നമ്മുടെ ആവശ്യങ്ങൾ എന്താണ്, നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ്, ഇതെൻ്റെ ആഗ്രഹമാണോ അതോ ഇതെൻ്റെ ആവശ്യമാണോ, അത് ആദ്യം മനസ്സിലാക്കണം. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു സ്കിൽ ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡിഗ്രി പഠിക്കാൻ പോവാണ്, അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന കോഴ്സ്, എനിക്ക് കടം വാങ്ങിയിട്ട് ഈ ക്ലാസ്സിന് ജോയിൻ ചെയ്യണം, ഇതെനിക്ക് പഠിക്കണം. ദാറ്റ് മൈറ്റ് ബി എ ഗുഡ് ഡിസിഷൻ. നേരെ മറിച്ച് എനിക്ക് ആഡംബരം കാണിക്കണം, എൻ്റെ കല്യാണത്തിൽ 5 ഫംഗ്ഷൻ വേണം, എനിക്ക് ഇത്രയും വലിയ വില കൂടിയ കാറ് വേണം, എൻ്റെ വീടിൻ്റെ ഇൻറ്റീരിയർ അപ്പുറത്തവൻ്റെ ഇൻറ്റീരിയറിനേക്കാളും അടിപൊളിയാവണം. ആ മൈൻഡ് സെറ്റ് വെച്ചിട്ട് നമ്മൾ കടം വാങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പെടും. അത് നമ്മളുടെ ആവശ്യമല്ല, നമ്മുടെ ആഗ്രഹങ്ങളാണ്. അപ്പോൾ ആഗ്രഹിക്കുന്നത് തെറ്റില്ല, പക്ഷേ നമ്മളുടെ കയ്യിലുള്ള പണമായിട്ട് ഈ ആഗ്രഹങ്ങൾക്ക് ബന്ധമുണ്ടോ എന്നടക്കം നോക്കണം. അതുപോലെ വേറൊരു കാര്യം, ഡിപ്രിഷ്യേറ്റിംഗ് അസറ്റ്സ് നമ്മൾ ഒരുപാട് പണം ചിലവാക്കരുത്, അതിനുവേണ്ടി നമ്മൾ ലോൺ എടുക്കരുത് ഒരുപാട്. ബട്ട് അതിന് കുറച്ചൊക്കെ നമ്മൾക്ക് എന്താ പറയുക, വേവ് ഓഫ് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, കാറ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഡിപ്രിഷ്യേറ്റിംഗ് അസറ്റാണ്. പക്ഷേ എല്ലാവരും ഇന്നത്തെ കാലത്ത് ലോൺ വാങ്ങിയിട്ടാണ് കാർ വാങ്ങുന്നത്. അത്രയും പൈസയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. പക്ഷേ നോർമലി ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ എല്ലാവരും എന്താണ് ലോണൊക്കെ എടുത്താണ് വാങ്ങാറ്. അതൊരു നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഒറ്റയടിക്ക് ഒരു എമൗണ്ട് കൊടുക്കുന്നതിന് പകരം നമ്മൾ തവണകളായിട്ട് കൊടുത്ത് ഒരു കാറ് നമ്മൾക്ക് ആവശ്യമാണ്. ഇന്നത്തെ കാലത്ത് പല കാര്യങ്ങൾക്കും കാർ ആവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി ആ കുറച്ച് പൈസയെങ്കിലും നമ്മൾ ഇതിന് കൂട്ടി വെക്കണം.
എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് പൈസ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. മ്യൂച്വൽ ഫണ്ട്സിനൊക്കെ നമുക്ക് അതിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യാം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഒരു എമർജൻസി ഫണ്ട് എപ്പോഴും റെഡിയാക്കി വെക്കണം. കുറച്ച് പൈസ എപ്പോഴും നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടാവണം. എല്ലായിടത്തും അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് കടമൊന്നും വാങ്ങേണ്ടി വരില്ല നമുക്ക്. അതുപോലെ തന്നെ സോഷ്യൽ പ്രഷറിനോട് നമ്മളെപ്പോഴും നോ പറയാൻ പഠിക്കണം. ഇപ്പോൾ വീട്ടുകാരൊക്കെ പറയും അത് സാരില്ല, നീ അങ്ങോട്ട് ഒരു 50 ലക്ഷത്തിൻ്റെ ലോൺ എടുത്തിട്ട് വീടുണ്ടാക്കി, വീട് വേണ്ടേ നമുക്ക്, വീടില്ലാണ്ട് എങ്ങനെ ജീവിക്കുക, 5 പൈസ കയ്യിലുണ്ടാവില്ല. അത് ബാങ്ക് ലോൺ തരും, ലോണൊക്കെ ബാങ്ക് തരും. പക്ഷേ പ്രോപ്പർ പ്ലാൻ ഇല്ലാണ്ട് ആലോചിക്കാണ്ട് വീട്ടുകാരുടെ വാക്കും കേട്ടിട്ട് ലോണിനൊന്നും പോകരുത്. നമ്മളുടെ ഒരു ഫൈനാൻഷ്യൽ പീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും മനസ്സിലാക്കണം, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് ഈ ഷോ ഓഫിനേക്കാളും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഫൈനാൻഷ്യലി സ്റ്റേബിളാണോ എന്നൊരു ചെക്ക് എപ്പോഴും നടത്തണം ഷോ ഓഫ് കാണിക്കുന്നതിന് മുന്നേ. ഇനി നിങ്ങൾക്കൊരു കടമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കടം തീർക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ പലിശ ഏത് കടത്തിനാണോ അതെടുക്കുക. പേഴ്സണൽ ലോണൊക്കെ എടുത്തുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പേഴ്സണൽ ലോണൊക്കെ ക്ലിയർ ചെയ്യുക. പിന്നെ ചിലരൊക്കെ ഉണ്ടല്ലോ ഈ കടം വാങ്ങുന്നതിന് ഒരു അസുഖം പോലെയാണ്. അതായത് കുറേ ക്രെഡിറ്റ് കാർഡുകൾ അവിടെ നിന്നൊക്കെ കടം വാങ്ങുക, റോൾ ചെയ്യുക, അതൊരു ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതുപോലെ കടം വാങ്ങി ആത്മഹത്യയിലോട്ടേക്ക് വരുത്തുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊരു നമ്മളത് വളരെ സീരിയസ് ആയിട്ട് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. അതിന് നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യനും ഒരുപാട് ക്രെഡിറ്റ് കാർഡ് എടുക്കുക, ഒരുപാട് കടം വാങ്ങുക, ഇതൊന്നും നോർമൽ ആയിട്ടുള്ള ആൾക്കാർ ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് കടം എടുക്കുന്നവരുണ്ടെങ്കിൽ ദേ നീഡ് ഹെൽപ്പ്. ആക്ച്വലി കടം കൊടുത്ത് ഹെൽപ്പ് ചെയ്യാനല്ല, മാനസികമായിട്ട് അവരെ റെഡിയാക്കാൻ ഹെൽപ്പ് വേണ്ടി വരും അവർക്ക്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ ടേക്ക് ഹെൽപ്പ്, ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ടേക്ക് ഹെൽപ്പ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരും ഞാൻ പറയുന്ന കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ നമ്മളുടെ ഡ്യൂട്ടിയാണ് ഇത് ഇങ്ങോട്ട് പറയുക. ആൾക്കാർ കടം വാങ്ങി നശിക്കുന്നതിന് മുന്നേ അറ്റ്ലീസ്റ്റ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ, പറഞ്ഞു കൊടുക്കുക. പറഞ്ഞു കൊടുത്തിട്ട് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വിൽ ലേൺ ഇവൻച്വലി, ദാറ്റ് ഈസ് അപ് ടു ദം. ബട്ട് ആസ് എ സൊസൈറ്റി വി ഹാവ് ടു ടോക്ക് അബൌട്ട് ദീസ് തിങ്സ്. എപ്പോഴും നമ്മൾ കടത്തിന് നെഗറ്റീവായിട്ട് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം അതിനെ പോസിറ്റീവായിട്ട് പറഞ്ഞു കൊടുക്കുക. കടം മോശമൊന്നുമല്ല, ചിന്തിക്കാണ്ടെടുക്കുന്ന കടമാണ് മോശം. ഒരു കടം വാങ്ങിയിട്ട് നമ്മൾക്ക് പൈസ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുവാണെങ്കിൽ ദാറ്റ്സ് എ ഗുഡ് ലോൺ. ഈവൻ നമ്മൾ ഹോം ലോൺ എടുത്തിട്ട് വീട് കെട്ടിയിട്ട് ഒരു നില നമ്മൾ വാടക കൊടുക്കണം, ഒരു നില നമ്മൾ താമസിക്കണം, ഇറ്റ്സ് എ ഗുഡ് ലോൺ. ആ ലോണിലൂടെ എടുത്ത പൈസനെ കൂടെ നമ്മളൊരു ഇൻകം ജനറേറ്റ് ചെയ്യണം അവിടെ. അപ്പോൾ ഈ കടത്തിൽ നിന്നൊരു വരുമാനം ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നല്ലത്. പക്ഷെ നമ്മൾ കാട്ടിക്കൂട്ടലിന് വേണ്ടിയിട്ട് പണം കടം വാങ്ങാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് EMIകളല്ല നമ്മുടെ ലൈഫിനെ മീനിങ് ഫുൾ ആക്കുക. എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ഞാൻ EMIയിലൂടെ വാങ്ങിയിട്ട് എൻ്റെ ലൈഫ് ഞാൻ ബ്യൂട്ടിഫുൾ ആക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ EMIയിലൂടെ വാങ്ങി നമ്മുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ആവില്ല. EMIകളല്ല നമ്മുടെ ലൈഫിനെ ബ്യൂട്ടിഫുൾ ആക്കുക. ഓൾവേസ് റിമെമ്പർ, സേവിങ്സ് മേക്സ് അവർ ലൈഫ് ബ്യൂട്ടിഫുൾ. സേവ് ചെയ്യുക, അത് പ്രോപ്പർലി ഇൻവെസ്റ്റ് ചെയ്യുക, ആൻഡ് നമ്മുടെ എല്ലാ ഡ്രീംസും സ്വന്തമാക്കുക. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ EMI ഒക്കെ അടക്കുന്നവരുണ്ടെങ്കിൽ അനലൈസ് യുവർ EMIs. ഓക്കെ, കടം വാങ്ങിയ ആൾക്കാരുണ്ടെങ്കിൽ തിങ്ക് ചെയ്യുക, പെട്ടെന്ന് കടങ്ങൾ തീർക്കാൻ നോക്കുക. കടം വാങ്ങുന്നത് ശീലമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ടേക്ക് ഹെൽപ്പ്. ഒരുപാട് കടം വാങ്ങി ഒരുപാട് തെറ്റുകൾ ചെയ്തു എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. നമ്മളോട് തന്നെ കൈൻഡ് ആവണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. വേറെ ആര് കൈൻഡ് ആയിട്ടില്ലെങ്കിൽ പല ആൾക്കാരും കുറ്റപ്പെടുത്തും, പക്ഷേ നമ്മളോട് കൈൻഡ് ആവണം. ആ മിസ്റ്റേക്സിൽ നിന്ന് പുതിയൊരു മനുഷ്യനാവാൻ നമ്മൾ ശ്രമിക്കുക. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ടേക്ക് കെയർ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടേക്ക് കെയർ.